നമ്മുടെ നബിയുടെ പേരെന്താ പറഞ്ഞത്? നബി ജനിച്ചത് എവിടെയെന്നാ പറഞ്ഞത്? നബിയായത് എപ്പോഴാ പറഞ്ഞത്? എപ്പോൾ? 40 വയസ്സായപ്പോഴാണ് എന്തായത്? നബിയായത്. എത്ര വയസ്സായപ്പോൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40 വയസ്സാകുന്നതിന് മുമ്പേ എന്താകുന്നറിയോ? മക്കയില് വലിയൊരു പർവ്വതമുണ്ട്, മല. എന്തേ? വലിയൊരു മല. ആ മലന്റെ പേര് ജബലുന്നൂർ. എന്തെന്ന്? ജബലുന്നൂർ. നൂറില്ലേ? നൂറ്. നൂറ് പർവ്വതം. എന്തെന്ന്? നൂർ പർവ്വതം എന്നാണ് അതിന്റെ പേര്. ആ മലന്റെ പേരെന്തെന്ന്? നൂറ്. എന്തെന്ന്? അതിന്റെ മുകളിൽ എന്തുണ്ട്? ഒരു ഗുഹയുണ്ട്. എന്തെന്ന്? ആ മലന്റെ മുകളിൽ എന്തുള്ളത്? ഗുഹ. എന്താ ഉള്ളത്? ഗുഹ എന്ന് പറഞ്ഞാലില്ലേ? ആ ഗുഹയിൽ പോയിട്ട് എന്താകും? നബി ഒറ്റക്കിരിക്കും. നബി ഒറ്റക്ക് ധാന്യത്തിലിരിക്കും. ധാന്യത്തിലിരിക്കുക എന്ന് പറഞ്ഞാല് അള്ളാനെ ചിന്തിച്ചിട്ട് കൊണ്ടെന്താകും? അവിടെ ഇരിക്കും. നമ്മ ഒറ്റക്കിരിക്കൽ ഉമ്മാന്റെ മൊബൈൽ കാണാതെ എടുത്തോണ്ട് പോയിട്ട് റൂമിൽ പൂട്ടിയിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഗെയിം കളിക്കും അല്ലേ? എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റക്കിരിക്കാൻ പോയത് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താക്കിയത്? ഒറ്റക്ക് അവിടെ പോയി. ചിലപ്പം കുറേ ദിവസം ഇരിക്കും ഒറ്റക്ക്. അപ്പൊ ഖദീജ ബീവി എന്താക്കും? ഭക്ഷണമെല്ലാം കൊണ്ടുകൊടുക്കാൻ പോവും. ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ മലയിലേക്ക് ആര് വന്നു എന്നറിയോ? നബി ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ആര് വന്നു? അല്ലാഹ് വന്നതല്ല. അല്ലാഹ് ഒരു മലക്കിനെ പറഞ്ഞയച്ചു. ആ മലക്കിന്റെ പേര് അറിയോ നിങ്ങൾക്ക്? എന്തെന്ന്? ആന്നറിഞ്ഞിട്ട് പിന്നെ എന്താ പറയാത്ത? ജിബ്രീൽ. എന്തെന്ന്? ജിബ്രീൽ എന്നാണ് ആ മലക്കിന്റെ പേര്. എന്താ മലക്കിന്റെ പേര്? ജിബ്രീൽ. ഏത് പർവ്വതത്തിലാ നബി ഇരുന്നത്? ഏത് പർവ്വതം? നൂറ് പർവ്വതത്തിൽ. ഏത് ഗുഹ? ഹിറാ ഗുഹ എന്നാ അതിന്റെ പേര്. എന്തെന്ന്? ഹിറാ ഗുഹ. ആ നൂറ് പർവ്വതത്തിലെ ഗുഹന്റെ പേരെന്തെന്ന്? ആ പർവ്വതത്തിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് ആര് വന്നത്? മലക്കിന്റെ പേരെന്തെന്ന്? ജിബ്രീൽ. എന്തെന്ന്? ജിബ്രീൽ എന്ന മലക്ക് ആര് പറഞ്ഞയച്ചതാണ്? അള്ളാഹു. അപ്പൊ അള്ളാഹുവിന്റെ സന്ദേശം, മെസ്സേജ് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആര് വന്നത്? ജിബ്രീൽ. അള്ളാഹുവിന്റെ മെസ്സേജ്, സന്ദേശം, വഹി അറിയിച്ചു കൊടുക്കാനാണ് ആര് വന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം വന്നത്. എന്താണ് അള്ളാഹ് പറഞ്ഞത്? നബിയാക്കാൻ വേണ്ടിയിട്ടാണ് ആരെ പറഞ്ഞയച്ചത്? ജിബ്രീൽ അലൈഹിസ്സലാമിനെ. അങ്ങനെ നബീന്റെ അടുത്തേക്ക് വന്നിട്ട് നബീനോട് പറഞ്ഞ് ഇഖ്റ. എന്ത് പറഞ്ഞ്? ഇഖ്റ. ഇഖ്റ എന്ന് പറഞ്ഞാൽ വായിക്കൂന്ന്. ഇതെന്ന്? ഓതുക, വായിക്കുക. നബി പറഞ്ഞു എനിക്കറിയില്ല. നബി പറഞ്ഞ്. അപ്പൊ നബീനെന്താക്കി? ജിബ്രീൽ ഇങ്ങനെ കൂട്ടി പിടിച്ച് എന്നിട്ട് അളക്കിയിട്ട് പറഞ്ഞ് അതേ പറഞ്ഞു ഓതുന്ന്, ഇഖ്റ എന്ന് പറഞ്ഞു. അപ്പൊ നബി പറഞ്ഞ് എനിക്ക് ഓതാൻ അറിയില്ല, ഞാൻ ഓത്തുകാരനല്ല. അപ്പൊ വീണ്ടും പിടിച്ച് എന്നിട്ട് അളക്കി എന്നിട്ട് പറഞ്ഞ് ഇഖ്റ. അപ്പം നബി വീണ്ടും പറഞ്ഞു ഞാൻ ഓത്തുകാരനല്ല. അപ്പൊ ജിബ്രീൽ എന്താക്കി? ഓതിക്കൊടുത്തു. നമ്മളെ ഖുർആനിലൊരു സൂറത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നുള്ളൊരു സൂറത്ത്. ആ സൂറത്ത് എന്തായി? നബിക്ക് ഓതിക്കൊടുത്തു. എന്നിട്ട് ജിബ്രീൽ എന്തായി? പോയി. ജിബ്രീൽ പോയി. നബിക്കറിയ ഇത് ആര് വന്നതെന്നറിയോ?
നബി പേടിച്ച് വേഗം പുരക്കേക്ക് പോയി. പുരയിലാരുണ്ട്? നബീൻ്റെ ഭാര്യ ഖദീജ ബീവി ഉണ്ട്. ഖദീജ ബീവിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞ്, എന്നെ പുതപ്പിട്ടിന് മൂട്, എനിക്ക് പനിക്കുന്നേന്ന്. ഖദീജ ബീവി എന്താക്കി? പുതപ്പല്ലിട്ട് മൂടിക്കൊടുത്ത് നബീനെ സമാധാനിപ്പിച്ചു. എന്നിട്ട് പിന്നീടാണ് അറിഞ്ഞത് എന്തെന്ന്, അത് വന്നത് ജിബിരിയിലാണ്. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ്? നബിയാണ് എന്ന് പിന്നീടാണ് അറിഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് മലക്കിനറിയോ? ഇപ്പൊ നമ്മ പഠിച്ച മലക്കിന്റെ പേരെന്താണ്? ജിബ്രീൽ അലൈഹിസ്സലാം അല്ലേ? മലക്കുകളെ ആരാ പ്രസവിച്ചത്? അല്ലാഹ് പ്രസവിക്കണ്ട, നമ്മുടെ ഉമ്മ പ്രസവിച്ചതല്ലേ. എന്നാ മലക്കുകളെ പ്രസവിച്ചതല്ല, അവരല്ല പ്രകാശം കൊണ്ടാണ് പഠിച്ചത്. എന്തുകൊണ്ടാ പഠിച്ചത്? അപ്പൊ മലക്കുകളല്ല പഠിച്ചത് എന്തുകൊണ്ടാണ്? പ്രകാശം കൊണ്ട് പഠിച്ച പ്രത്യേക സൃഷ്ടികളാണ് ആര്? മലക്കുകൾ. കുറേ മലക്കുണ്ട്, അവരെണ്ണം നമുക്കൊന്നും അറിയില്ല. ആർക്ക് മാത്രം അറിയും? അള്ളാഹുവിന് മാത്രം അറിയും. മലക്കുകൾ എത്രയുണ്ടെന്ന് ആർക്ക് മാത്രം അറിയും? അള്ളാഹുവിന് മാത്രമേ മലക്കുകളുടെ എണ്ണം അറിയുകയുള്ളൂ. അവരെത്രയുണ്ടെന്ന് ആർക്കറിയില്ല, നമ്മൾക്കറിയില്ല. ആർക്കറിയും? അള്ളാഹുവിന് മാത്രമേ അറിയൂ. അതിലൊരു മലക്കിന്റെ പേരാ ഇപ്പം നമ്മ പഠിച്ചത്. എന്തെന്ന്? ജിബ്രീൽ അലൈഹിസ്സലാം. ആ മലക്കിന്റെ പണിയും പഠിച്ചില്ലേ? എന്തെന്ന്? അള്ളാഹു എന്നുള്ള മെസ്സേജ് ആർക്ക് എത്തിച്ചു കൊടുക്കൽ? നബിമാർക്ക് എത്തിച്ചു കൊടുക്കുക. ആർക്ക്? നബിമാർക്ക് എത്തിച്ചു കൊടുക്കുന്ന പണിയാണ് ആർക്ക്? ജിബ്രീൽ അലൈഹിസ്സലാമിന്. എന്നാ വേറൊരു മലക്കിന്റെ പേര് നമുക്കിപ്പോ പഠിക്കാം. ഇങ്ങോട്ട് നോക്കേ, വേറൊരു മലക്കിന്റെ പേര് പറഞ്ഞിട്ടേ. ഇപ്പൊ ഏത് കാലാണ്? മഴക്കാലം. ഏത് കാലം? മഴക്കാലം അല്ലേ? അപ്പോ ഈ മഴ പെയ്ക്കുന്ന പണി അള്ളാഹ് ആർക്ക് കൊടുത്തതെന്നറിയോ? മേഘത്തിനാ. ആ മലക്കിന്റെ പേരാണ് മീകായിൽ. എന്തെന്ന്? ആ മലക്കിന്റെ പേരാണ് മീകായിൽ. എന്തെന്ന്? മീകായിൽ. ഇപ്പൊ എത്ര മലക്കിന്റെ പേര് പഠിച്ച്? 2 മലക്കിന്റെ പേര് പഠിച്ചു. ഒന്നാമത്തെ മലക്കിന്റെ പേരെന്താണ്? ജിബ്രീൽ. രണ്ടാമത്തെ മലക്കിന്റെ പേരെന്തെന്ന്? എന്തെന്ന്? മീകായിൽ അലൈഹിസ്സലാം. ഒന്ന് ജിബ്രീൽ അലൈഹിസ്സലാം, 2 മീകായിൽ അലൈഹിസ്സലാം. ഇടിമുട്ടിക്കലും മീകായിൽ അലൈഹിസ്സലാം തന്നെ, മഴ പെയ്പ്പിക്കലും മീകായിൽ അലൈഹിസ്സലാം തന്നെ, മിന്നുണ്ടാക്കലും മീകായിൽ അലൈഹിസ്സലാം തന്നെ. ഇനി ഈ ലോകമെല്ലാം നശിക്കൂലേ? ഈ ലോകമെല്ലാം നശിക്കൂലേ? അപ്പൊ ഇവിടെ ലോകത്ത് ആരും ഉണ്ടാവോ? ഇല്ല. അപ്പൊ ഈ ലോകം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ഏൽപ്പിച്ചൊരു മലക്കുണ്ട്. ആ മലക്കിന്റെ പേരറിയോ? ഇസ്രാഫീൽ. എന്തെന്ന്? എന്താ മലക്കിന്റെ പേര്? എന്തെന്ന്? അല്ല, ഉസാറിന് പറഞ്ഞേ. അലൈഹിസ്സലാം. ഇസ്രാഫീൽ അലൈഹിസ്സലാം. എന്താ മലക്കിന്റെ പേര്? ഇസ്രാഫീൽ അലൈഹിസ്സലാം. അപ്പൊ എത്ര മലക്ക് പഠിച്ചിപ്പോ? 3 മലക്കിന്റെ പേര് പഠിച്ച്. എത്ര മലക്കിന്റെ പേര് പഠിച്ച്? 3 മലക്ക്. 1 ജിബ്രീൽ അലൈഹിസ്സലാം, 2 മീകായിൽ അലൈഹിസ്സലാം, 3 ഇസ്രാഫീൽ അലൈഹിസ്സലാം. ഇനി 4മത്തൊരു മലക്കിന്റെ പേര് അല്ലേ? നമ്മളെല്ലാം ഇപ്പൊ ജീവിച്ചില്ലേ? ഇനി എന്താകും? മരിക്കും അല്ലേ? ഇനി മരിക്കൂലേ? ജീവിച്ചവരെല്ലാം എന്താകും?
മരിക്കും. ജീവിച്ചവരെല്ലാം മരിക്കും. അപ്പം നമ്മളെ റൂഹ് പിടിക്കുമ്പോഴാണ് നമ്മൾ എന്താക്കല്? മരിക്കല്. നമ്മുടെ റൂഹിനെ പിടിക്കുമ്പോഴാണ് നമ്മൾ മരിക്കൽ. ആ റൂഹിനെ പിടിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു ഒരു മലക്കിനെ ഏൽപ്പിച്ചിനി. ആ റൂഹിനെ പിടിക്കാൻ അല്ലാഹു ഒരു മലക്കിനെ ഏൽപ്പിച്ചിനി. ആ മലക്കിന്റെ പേരാണ് അസ്റായീൽ. എന്തെന്ന്? അസ്റായീൽ. മലക്കിന്റെ പേരെന്തെന്ന്? എന്ത് മലക്കിന്റെ പേര്? അസ്റായീൽ. അസ്റായീൽ വന്നണയുന്നൊരു നേരത്ത് അസ്റായീൽ അലൈഹിസ്സലാം എന്താകും? റൂഹിനെ പിടിക്കും. അപ്പൊ അസ്റായീൽ അലൈഹിസ്സലാം റൂഹിനെ പിടിച്ചാൽ നമ്മൾ എന്താകും? മരിക്കും. അസ്റായീൽ അലൈഹിസ്സലാം റൂഹിനെ പിടിച്ചാൽ നമ്മള് മരിക്കും. അപ്പൊ എത്ര മലക്കിന്റെ പേര് പഠിച്ച്? അപ്പൊ ഒന്നാമത്തെ മലക്കിന്റെ പേര് ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം. പിന്നെ മീകായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം, അസ്റായീൽ അലൈഹിസ്സലാം. ഇപ്പൊ ഈ 4 മലക്കിന്റെ പേര് മാത്രം പഠിച്ചാൽ മതി. എന്നാൽ ഈ മലക്കുകളെ എങ്ങനെയാ പഠിച്ചെന്നാ പറഞ്ഞത്? എന്തുകൊണ്ടാ പഠിച്ചത്? പ്രകാശം കൊണ്ടാണ് ആരെ പഠിച്ചത്? മലക്കുകളെ പഠിച്ചത്. മലക്കുകൾ ആരെങ്കിലും കണ്ടിനാ? ഇങ്ങ ആരും മലക്കിനെ കണ്ടിനാ? ഞാൻ കണ്ടില്ല. മലക്കുകളെ നമുക്ക് എന്താക്കാൻ കഴിയില്ല? കാണാൻ കഴിയൂല. മലക്കുകളെ നമുക്ക് കാണാൻ കഴിയൂല. നമ്മളെ ചോറ് വയ്ക്കില്ല പൈക്കുമ്പോ തായ്ക്കുമ്പോ എന്താക്കല്? അന്ന് മലക്കുകളാ അവർ മന്തി വയ്ക്കും അല്ലേ? പിന്നെ അവർക്ക് ദാഹമില്ല, വിശപ്പില്ല. അതുകൊണ്ട് അവർക്ക് എന്തുവേണ്ട? തിന്നലുമില്ല, കുടിക്കലുമില്ല. അവർ തിന്നലുമില്ല, കുടിക്കലും ഇല്ല. ആര്? മലക്കുകൾ. അവർക്ക് തിന്നാനും വേണ്ട, പിന്നെ കുടിക്കാനും വേണ്ട. തിന്നു കഴിഞ്ഞാൽ പിന്നെ എന്താക്കാം? നമുക്ക് ക്ഷീണാവും. വേറെ നിറച്ചോടൊരു എന്നെല്ലാക്കിയിട്ട് ഏമ്പക്കല്ലിട്ടിട്ട് പിന്നെ അപ്പോൾ ഉറക്കം വരും. അപ്പോൾ പോയിട്ട് എന്താവും? കടന്നുറങ്ങും. മലക്കുകൾക്ക് എന്തില്ല? ഉറക്കവും ഇല്ല. മലക്കൾക്ക് ഉറക്കവുമില്ല, പിന്നെ ക്ഷീണവുമില്ല. അവർക്ക് എന്തില്ല? ക്ഷീണമല്ല. ക്ഷീണം വരുമ്പല്ലോ ഉറങ്ങലേ. അവൾക്ക് എന്തില്ല? ക്ഷീണവും ഇല്ല. അവര് നമ്മളെപ്പോലല്ല. പിന്നെ അവര് അല്ലാഹ് എന്തു പറയുന്നോ അതൊക്കെ അനുസരിക്കുന്നവരാണ്. മലക്കുകൾ. മലക്കുകൾ. അവർ അല്ലാഹുവിനെ എപ്പോഴും വഴിപ്പെടുന്നവരാണ്. എതിര് അവരെന്താവൂല? ചെയ്യൂല. അല്ലാഹു പറയുന്നതിന് എതിര് അവർ ചെയ്യൂല. പത്ര മലക്കിന്റെ പേരമ്മ പഠിച്ചത്? മലക്കുകളെ എന്തുകൊണ്ടാ പഠിച്ചത്? പ്രകാശം കൊണ്ട്. എന്തുകൊണ്ടാ പഠിച്ചത്? അവര് എത്രയുണ്ട്? എത്ര ആൾക്കാരുണ്ട്? അവരുടെ എണ്ണം അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. അവരെത്ര ആളുണ്ട്? കുറെ ഉണ്ടെന്നല്ല പറയില്ല. അവരുടെ എണ്ണം അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ.